ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നവംബർ മാസം 7-ാം തീയതിയാണ്. ഈ ദിവസം പുതിയ വചനം പഠിക്കുകയാണ്. ഇന്നലെ പഠിച്ച വചനം ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം. മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമായിരുന്നു. 8-ാമത്തെ വചനം, മനുഷ്യ നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, അവിടുത്തെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക, ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് പഠിക്കുന്ന പുതിയ വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ാം വചനമാണ്. മറന്നുപോകരുത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം, the first letter of Saint Paul to the Corinthians, chapter 6, verse 19. അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ സ്വന്തമല്ല. അതാണ് വചനം. Do you not know that your body is a temple of the Holy Spirit within you, which you have from God, and that you are not your own? നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. കാരണം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ളതല്ല നമ്മുടെ ശരീരത്തിൽ. കാരണം വിശുദ്ധി കാത്തു സൂക്ഷിക്കാനൊരു അശുദ്ധി തിന്മ ചെയ്ത് അശുദ്ധമാക്കാൻ നമ്മുടെ എന്തെങ്കിലും സ്വന്തമായ സാധനം ചീത്തയാകാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മുടെ ഈ ശരീരം നമ്മുടെ സ്വന്തമല്ലാത്തപ്പം ഇത് അശുദ്ധമാക്കാൻ ആർക്കാ അവകാശമുള്ളത്? നമുക്ക് അവകാശമില്ല. നമ്മൾ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതമൊക്കെ. അത് അശുദ്ധമാക്കാതെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തീരുമാനം എടുത്താൽ മതി. ഇന്ന് വൈകുന്നേരം വരെ, ഞാൻ കിടന്നുറങ്ങുന്നത് വരെ ദൈവത്തോട് ചേർന്ന് പാപം ചെയ്യാതെ ജീവിക്കാം, വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. പ്രതിജ്ഞ ഒന്നും എടുക്കണ്ട. വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഒരു തീരുമാനം എടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് പറ്റും. ദൈവത്തോട് ചേർന്ന് തീരുമാനം എടുക്കണം. അങ്ങനെ എടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.